ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെ കാണിക്കാൻ പോകുന്ന മനോഹരമായൊരു ദ്വീപാണ് കേട്ടോ. ഒരു ദ്വീപല്ല, ഒരുപാട് ദ്വീപുകൾ അടങ്ങിയ ഒരു സ്ഥലം. നമ്മൾ കൊച്ചു കേരളത്തിൽ, നമ്മൾ കണ്ണൂർ ജില്ലയിലുള്ള ഒരു സ്ഥലം. ഇതിന് ഉള്ളത് നമ്മളെ പയ്യന്നൂരിലെ പയ്യന്നൂരിൻ്റെ അടുത്തായിട്ടുണ്ടാകും കേട്ടോ. മാടക്കാൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നിങ്ങൾ ഈ കാണുന്നത് ഇവിടുത്തെ ബാക്ക് വാട്ടറാണ് കേട്ടോ. ഈ കായലിനെ അറിയപ്പെടുന്ന കവ്വായി കായൽ എന്നാണ്. ഇത് കവ്വായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നീലേശ്വരം വരെയുള്ള ഒരു വലിയൊരു കായലാണ് കേട്ടോ. ഇതിലൂടെ ബോട്ട് റബ്ബർ ബോട്ടായിട്ട് പോകുന്നുണ്ട്. നമുക്കിപ്പോൾ മാടക്കാലിൽ നിന്ന് ഈ നീലേശ്വരമൊക്കെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ പടനയൊക്കെ പോകണമെങ്കിൽ 20 രൂപ കൊടുത്താൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ബോട്ട് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. 20 രൂപ കൊടുത്താൽ 1-1.5 മണിക്കൂർ നമുക്ക് കായലെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ പോകാം. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു പ്രൈവറ്റ് ബോട്ടാണ് കേട്ടോ. മണിക്കൂറിന് 2500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 6 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് കൂട്ടി ആദ്യം ഒരു ബീച്ചിലേക്കാണ് അവർ കൊണ്ടുപോയത്. ബീച്ചിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല, ബീച്ചെല്ലാവരും കാണുന്നതല്ലേ. അപ്പോൾ ഇത് ശരിക്കും ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പയ്യന്നൂരിൽ നിന്ന് 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് യാത്ര ചെയ്ത് അവിടുന്ന് തൃക്കരിപ്പൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഒളവറ എന്ന സ്ഥലത്ത് നിന്ന് ടേൺ ചെയ്താൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താം. മാടക്കാൽ എന്ന് പറഞ്ഞ സ്ഥലം ഒരു പയ്യന്നൂരിൽ നിന്ന് പറഞ്ഞ പോലെ 4 കിലോമീറ്റർ യാത്രയുള്ളൂ കേട്ടോ. 4-5 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യേണ്ട ഒരു ദിവസം ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ മാത്രമുണ്ട് ഇവിടുത്തെ കാണാനും ഇവിടുത്തെ ബോട്ട് സവാരിയും ഒക്കെ ആയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 2500 രൂപയാണ് ചാർജ് ചെയ്തത്. 2500 രൂപക്ക് 1 മണിക്കൂർ ഫുൾ ടൈം ബോട്ട് യാത്ര ചെയ്യുന്ന അവർ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്ക് കുറേ ബീച്ചിൽ സ്പെൻഡ് ചെയ്തതും ഇത് ഈ കാണുന്ന കണ്ടൽക്കാടുകൾ സ്പെൻഡ് ചെയ്യുന്നതും അവർ കണക്ക് കൂട്ടത്തില്ല. ബോട്ടിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത് മാത്രമേ അവർ കൂട്ടത്തുള്ളൂ. 1 മണിക്കൂറിൽ മേലെ അവർ നമ്മളെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഈ കണ്ടൽക്കാട് ഇതൊരു മനോഹരമായ വൈബ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഏതോ രാജ്യത്ത് എത്തിപ്പെട്ട പ്രതീതി തോന്നുന്നു നമുക്ക് ഇവിടെ വന്നാൽ. വെള്ളം അത്രയേ ഉള്ളൂ, കാലിൻ്റെ കുറച്ച് മേലെ മാത്രം വെള്ളം. കായലിൻ്റെ നടുക്കാണ്, എന്നാലും ഇവിടെ വെള്ളം കുറവാണ്. മനോഹരമായ ഫോട്ടോ എടുക്കാനും ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 2500 രൂപൻ്റെ സ്പെൻഡ് ചെയ്യണമെന്നില്ല ഈ കണ്ടൽക്കാടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അവർക്കൊരു പ്രത്യേക പാക്കേജൊക്കെ ഉണ്ട്. 500 രൂപ എങ്ങാണ്ടുള്ള ഒരു പാക്കേജ്, അത് അവരിവിടെ കൊണ്ടിറക്കും. നിങ്ങൾക്ക് കായൽ മൊത്തം ഏകദേശം ഭാഗത്തെല്ലാം കറങ്ങണമെങ്കിൽ 2500 രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് നേവൽ അക്കാദമി, അതുപോലെ തന്നെ ബീച്ച്, അതുപോലെ തന്നെ കുറേ ദ്വീപുകൾ, അങ്ങനെയൊക്കെ ഈ യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരെ മറിച്ച് കണ്ടൽക്കാട് മാത്രമേ കാണണമെങ്കിൽ അവിടുന്ന് ഒരു നമുക്ക് പെഡൽ ബോട്ട് ഉണ്ട്, അത് വേണമെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ കയാക്കിനുണ്ട്, അത് വേണമെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ ബോട്ടിൽ അവരുടെ കൊണ്ടിറക്കി തരും, അതിനൊരു ചാർജ് ഉണ്ട് അവർക്ക്. ഫാമിലി ആയിട്ട് വന്നാൽ ശരിക്കും മുതലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇനി നിങ്ങൾക്ക് അത്രയൊന്നും പൈസ ചിലവാക്കാൻ പ്ലാനില്ലെങ്കിൽ മാടക്കാൽ ബോട്ട് ജെട്ടി ചോദിച്ചാൽ അവർ ബോട്ട് ജെട്ടി കാണിച്ചു തരും. അവിടുന്ന് ഒരു 20 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് അങ്ങ് പടന്ന വരെ കായലിൻ്റെ ചുറ്റും ആസ്വദിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷേ അതിന് പ്രശ്നമെന്ന് വെച്ചാൽ അതിന് ടൈമിംഗ് ഉണ്ട്. ഓരോ ടൈമിങ്ങിൽ മാത്രമേ ബോട്ടുള്ളൂ, അതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇവിടെ ഈ സ്ഥലത്താണെങ്കിൽ പിന്നെ ഏത് ടൈമും രാവിലെ 8 മണിക്ക് ആരംഭിച്ച് രാത്രി വരെ നീളുന്ന ഒരു ടൈമിംഗ് ആണ് ഇവർക്കുള്ളത്. ഈ പ്രൈവറ്റ് മാംഗ്രോവ് എന്ന് പറയുന്ന ഈ ടീമിനുള്ളത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നവർ ഇത് വളരെ മനോഹരമായ സ്ഥലമാണ്. നിങ്ങൾ പയ്യന്നൂരൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. വീഡിയോ മാക്സിമം ഞാൻ ചുരുക്കിയിട്ടാണുള്ളത്. ഓക്കെ, ബൈ.